അപ്പോൾ നമ്മളൊന്ന് ചാടിക്കാൻ പോകട്ടോ. രാത്രി 12 മണി ഏകദേശം കേട്ടോ. ദ്വീപിൽ പിന്നെ ഈ റംസാൻ സമയത്തൊക്കെ പിന്നെ എന്താവും രാത്രി വല്ലാതെ ആൾക്കാർ ഉറക്കം കുറവാണ്. അത്താഴം വരെയൊക്കെ നമ്മൾ ബീച്ചിലൊക്കെ ഇരിക്കും, കാറ്റുകൊണ്ട് അവിടെ കിടന്നുറങ്ങും, അങ്ങനത്തെ സിസ്റ്റം കേട്ടോ. ചായക്കടയൊക്കെ രാവിലെ 4 മണി വരെ ചായക്കടയൊക്കെ ഓപ്പൺ ആണ്. അതിനുശേഷം അത്താഴം കഴിഞ്ഞ് നിസ്കരിച്ചിട്ടാണ് ഇവിടെ ആൾക്കാർ ഉറങ്ങാൻ പോകുക കേട്ടോ. അപ്പോൾ രാത്രി 12 മണി സമയത്ത് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ചായക്കടയ്ക്ക് പോകാം കേട്ടോ. ഈ റംസാൻ സമയത്ത് രാവിലെ നോക്കി കഴിഞ്ഞാൽ ആരും ഉണ്ടാവും. ളുഹർ വരെ ആരും പുറത്തുണ്ടാവില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രം, ലേബേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ആൾക്കാരൊക്കെ ഉറങ്ങാൻ കയറുക. രാത്രി ഫുള്ള് പുറത്താണ്. അതാണ് മെയിൻ. കാണുന്നില്ലേ, പകല് പോലെ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ നടക്കുക കേട്ടോ, ചായ കുടിക്കാനായിട്ടും എന്തിനും. രാത്രിയാണ് ഇവിടെ മെയിൻ. പുലർച്ചെ 4 മണി വരെ. പിന്നെ ചായ കുടിച്ച് അത്താഴം കഴിച്ചിട്ട് ഒരു കിടന്നുറങ്ങും. നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ പറ്റില്ല. കാരണം പകല് പോലെ അങ്ങാടിയൊക്കെ ഓപ്പണായി കിടക്കുകയാണ് ഫുള്ള്. ഷോപ്പുകളും ചായക്കടകളും പലചരക്കിൻ്റെ കട എല്ലാ ഷോപ്പും ഓപ്പൺ ആക്കാലോ. ഇതാണ് ഇവിടുത്തെ മെയിൻ ഏരിയ, ജംഗ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജെട്ടിലേക്ക് പോകട്ടോ. കപ്പൽ വരുന്നതില്ലേ അവിടെ പോവാണ്. ഇവിടെയാണ് ഇവിടെ മെയിൻ ആൾക്കാരുണ്ട് കേട്ടോ. ഫുൾ ആൾക്കാരൊക്കെ കണ്ടോ, കണ്ടുമാനം ബൈക്കുകൾ. ഇവിടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എല്ലാം വലതുവശം ഇടതുവശം കംപ്ലീറ്റ് ചായക്കട കേട്ടോ. ചായക്കടകൾ. അപ്പോൾ ആദ്യം നമ്മൾ ജെട്ടി പോരും. അവിടെ മഞ്ജു വന്നിട്ടുണ്ട്. മഞ്ജു, അന്ന് മഞ്ജു എന്ന് അവർ പറയാതെ. ഇവർ നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റേ ഇവർക്ക് സിമെൻറ്റ് മെറ്റൽ അങ്ങനെ ചരക്ക് വരുന്ന സാധനം കേട്ടോ. തോണിയാണ് മഞ്ജിന് എന്തോ ആണ് അവർ പറയുക കേട്ടോ. അപ്പോൾ സാർക്ക് ഈ സാധനമായിട്ട് വന്നതാണ്. ഇത് മംഗലാപുരത്ത് നിന്ന് വന്ന കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ജെട്ടി പോയി ഇതിലെടുത്ത് കറങ്ങി പോയിട്ട് വേണം നമുക്ക് ചാടിക്കാൻ പോകാൻ. ഇവിടെ ഇരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്, ഭയങ്കര കാറ്റാട്ടോ. ആ നീല ലൈറ്റ് കാണാൻ അവിടെ നമ്മൾ ചായക്കട കേട്ടോ. അടിപൊളി ചായയാണ്. ഇവിടെ ചായക്ക് പാൽപ്പൊടി അല്ല കേട്ടോ, പാലല്ല കേട്ടോ ഉപയോഗിക്കുക, പാൽപ്പൊടിയാണ്. അങ്ങനെ നമ്മളെന്താട്ടി ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ വണ്ടി സൈഡാക്കി നേരെ ചായക്കട ഉള്ളിലേക്ക്, ചായക്കടയ്ക്ക് പോകട്ടെ നമ്മൾ ചായ കുടിക്കാൻ. ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്. വേറെ വൈബാട്ടോ. രാത്രി ഉണ്ടെങ്കിൽ രാത്രി 12 മണി സമയത്താണ് ഈ കട ഓപ്പൺ ആയി കിടക്കുന്നത് കേട്ടോ. ചായ കടികളൊക്കെ ഉണ്ടാവും, സ്നാക്സുകളൊക്കെ ഉണ്ടാവും. 2-3 ഐറ്റം സ്നാക്സ്, കട്ട്ലേറ്റ് ഉണ്ട്, എന്താ മുട്ട വെച്ചുണ്ട്, സമൂസ, കൊള്ളി, അങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ട്. നേരെ നമ്മൾ ചായ ഓർഡർ ചെയ്ത് പഴയ സിസ്റ്റം വിറകടപ്പിൽ ഉണ്ടാക്കുന്ന ചായ കേട്ടോ. പാൽപ്പൊടി ആയാലും ഭയങ്കര ടേസ്റ്റാണ് അവിടെ ചായ. ഇവിടുത്തെ ചായയും കുടിച്ച് ഇങ്ങനെ കടപ്പുറത്ത് ഇങ്ങനെ ഇരിക്കാണ്ടല്ലോ, ഓഹ് അന്തസ്. അപ്പം ചായയും പറഞ്ഞ് ചായ അടിക്കുന്ന ആളോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചായ അടിക്കാൻ പറ്റും കേട്ടോ. ഒരു ചായ അടിപൊളിയാണ്. ഇങ്ങനെ ചായ മേടിച്ച് നേരെ പുറത്തേക്ക് നമ്മൾ കടയിൽ നിന്ന് എത്തിച്ചിട്ടോ. ചായ മാത്രം. നേരെ കാണുന്ന ബീച്ച് വൈബ്. രാത്രിയാണ്, ഒന്നര വൈബ് തന്നെ.